എൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം ഇന്ന് സിനിമയാണ്. സിനിമ കഴിഞ്ഞിട്ട് ഉള്ളൂ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ. കുറച്ച് വേറെ പരിപാടി ഉണ്ട്. എൻ്റെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മറ്റേ സുഷിൻ പറഞ്ഞ സീൻ മാറ്റും പരിപാടി ഒന്നുമല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഗ്രീൻ FM ഒരു റേഡിയോ ജോക്കി ആയിരുന്നു. പിന്നെ ഞാൻ അത് കാരണം സിനിമ പ്രാന്തൻ കെ സെറ്റ് പേ और हमारे साथ है ज्योतिष ഷാ. कैसे हो ज्योतिष ഷാ? എനിക്ക് ഹിന്ദി അറിയില്ല. അത് കുഴപ്പമില്ല, എനിക്ക് മലയാളം അറിയാം. അതൊക്കെ ഞാൻ ആലോചിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ പറയട്ടെ, അപ്പൊ ആൾക്കാർ കമന്റ് ചെയ്യും അതിന് താൻ ആരാണോ? ഞാൻ ആരുമല്ല, ഇത് എന്റെ മനസ്സിൽ ചെറിയ മനസ്സിൽ ഞാനൊന്ന് ആലോചിച്ച് പോയ സംഭവമാണ്. ഞാൻ ആദ്യം ആഗ്രഹിക്കുന്നല്ല, ഞാൻ ആദ്യം ആഗ്രഹിക്കുന്ന പോലെ തോന്നരുത്. എന്നെ വെറുതെ ആഗ്രഹിപ്പിക്കുന്നതാണ്. ഞാൻ ഇത്രയൊന്നും ആഗ്രഹിച്ചില്ല, ഇത് വെറുതെ എന്നെ ആഗ്രഹിപ്പിച്ചു. ഇനി ലെറ്റ്സ് ഗോ ടു ദ ബ്രേക്ക്. ഏത് അടിപൊളി. ഞാൻ പെട്ടെന്ന് ഇതില് പ്രൊഡക്ഷൻ കോസ്റ്റ് ഒക്കെ ആദ്യം ഇട്ടിട്ട് പിന്നീട് ഈ ഒരു പ്രൊഡ്യൂസർ വന്നു, ബാക്കൗട്ട് അടിച്ചു, അടുത്ത പ്രൊഡ്യൂസർ റെഡിയായി. ഇപ്പൊ പ്രൊഡക്ഷൻ കോസ്റ്റ് ഇതിൽ മാറി തിരിഞ്ഞു. ഇതിന്റെ എങ്ങനെ വന്നോണെന്ന് പറഞ്ഞെങ്കിൽ, ഞാൻ എന്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഒരു നാട്ടും പ്രദേശമായിരുന്നു. അപ്പോ ഫസ്റ്റ് ഡ്രാഫ്റ്റിന് വേണ്ടിയിട്ട് ആണ് ഈ പ്രൊഡ്യൂസർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതെല്ലാതും ഓക്കെ ആയിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു നാട്ടും പ്രദേശം വേണ്ട, സിറ്റി ആക്കാന്ന് പറഞ്ഞപ്പോഴും അയാൾ പറഞ്ഞു നമുക്ക് നോക്കാം, അത് എന്താണ് ആവണമെന്ന് നോക്ക്, കഥയുടെ പരിപാടി. അപ്പോൾ അങ്ങനെ പറഞ്ഞു. പിന്നെ ഇതിനിടയ്ക്ക് അയാൾ മുങ്ങി, പ്രൊഡ്യൂസർ പോയി. എൻ്റെ പ്രൊഡ്യൂസർമാര് ഞാൻ സത്യം പറയട്ടെ, ഐ ഹാവ് ഹാഡ് ലൈക്ക് 3 മീറ്റിംഗ്സ് കഴിഞ്ഞിട്ട് ഒരെണ്ണം റെഡിയായിട്ട് പിന്നെ അത് പോയിട്ട് പിന്നെ 4 മീറ്റിംഗ്സ് ഉണ്ടായി. 4 മീറ്റിംഗ്സ് കഴിഞ്ഞിട്ട് സെറ്റ് ആണെന്നുള്ളൊരു സംസാരം വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും പോയി. അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ വേറൊരു സംഭവം ഉണ്ട്. ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ ഈ പടത്തിൽ ഞാൻ നായകനല്ലേ, ആ ഒരു ഹാപ്പിനെസ്സിൽ ആണ് ഞാൻ മുന്നോട്ട് പോണേ. അല്ലെങ്കിൽ എപ്പോഴേ വിട്ടുണ്ടാവും ഈ പരിപാടി. പക്ഷെ അതൊരു ടെൻഷൻ ഫീൽ ചെയ്യാറുണ്ടോ? ആദ്യമായിട്ട് ഡയറക്ട് ചെയ്യുന്ന ഒരു പാഡിച്ച ആക്ടിങ്ങിലോട്ടായിരുന്നു കൂടുതൽ ഇൻവോൾവ് ആയത്. അവിടെ നിന്ന് ഒരു ഡയറക്ഷനിലോട്ട് നമ്മൾ സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നത് ഒരു വലിയ സ്റ്റെപ്പാണ്. മനസ്സിലായില്ല എന്തിനാ ഞാൻ ഡയറക്ട് ചെയ്യണമെന്ന്. ഞാൻ ഡയറക്ട് ചെയ്യുന്നത് ഇന്ന നായകനായിട്ട് വെക്കാൻ വേണ്ടിട്ടാ, അല്ലെങ്കിൽ ഞാൻ ഡയറക്ട് ചെയ്യില്ല. സ്റ്റോറി എന്റെ തലയിൽ വന്നൊരു ഐഡിയ, ആ ഐഡിയനെ ഞാന് നാട്ടിലേക്ക് കൊണ്ടുവന്നപ്പോ എനിക്ക് നാട്ടും പ്രദേശത്ത് പരിപാടികളൊന്നും അറിയില്ല. അപ്പൊ ഞാൻ വേറൊരാളോട് പറഞ്ഞു, പ്ലീസ് ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് എഴുതി. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് എഴുതിയിട്ട് പിന്നെ മനസ്സിലായി ഇത് ഫ്രീലല്ല, അവർക്ക് എല്ലാവർക്കും കാശ് കൊടുക്കണം. മനസ്സിലായ? അപ്പോ ഞാൻ പറഞ്ഞു ഇത് ഫ്രണ്ട്ഷിപ്പിലല്ലേ എന്ന് പറയുമ്പോ ഫ്രണ്ട്ഷിപ്പ് ഇത് എഴുത്ത് ഞാൻ മനസ്സിലായ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ പിന്നെ ടീഷർട്ട് തന്നെ വെക്കേണ്ടി വരും. ടീഷർട്ട് വിറ്റിട്ട് ആൾക്കാർക്ക് കാശ് കൊടുക്കണം, അഡ്വാൻസുകൾ കൊടുക്കണം, അങ്ങനെ സംഭവങ്ങള്. ഇതിനു വേണ്ടി ഡയറക്ഷൻ ഒക്കെ എങ്ങനെയായിരുന്നു പഠിച്ചതൊക്കെ? ഞാന് ഒരു ഷെഡ്യൂള് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു ട്രാൻസില്. പിന്നെ ഞാന് ബോംബെയില് റിസർച്ച് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരാളുടെ അടുത്താണ്. അപ്പൊ അത് ഒരു അതൊക്കെ സിനിമ നന്നായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ അതിന് വെയിറ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഗ്രീൻ FM ഒരു റേഡിയോ ജോക്കി ആയിരുന്നു. പിന്നെ അത് കാരണം ഞാൻ മറാഠി ഹിന്ദിയിലൊക്കെ നന്നായി സംസാരിക്കും. എന്റെ മലയാളമാണ് കുറച്ചുകൂടി സംസാരിക്കണേക്കാൾ മുമ്പ് രജിസ്റ്റർ ചെയ്യുക എന്നിട്ട് സംസാരിക്കുക. ഇതാണ് ലാൽജു സാർ പറഞ്ഞത്. പക്ഷെ ഞാൻ വളവളയായി ഇപ്പോ. പണ്ടത്തെ മലയാളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര മോശമായിരുന്നു. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴും നമ്മുടെ
അപ്പനമ്മ എന്നോട് ബൈബിൾ വായിക്കാൻ വേണ്ടി പറയും. അപ്പൊ എന്റെ അമ്മാമ്മ പറയുന്നത് എന്നെ കൊണ്ട് ബൈബിൾ വായിപ്പിക്കണേക്കാളും നല്ല ഒരു കുർബാന പോയിട്ട് കണ്ടിട്ട് വരില്ല, ഇച്ചിരി വായിച്ചാ മതി. പക്ഷെ സമയം എടുത്തിട്ട് ആണ് ഇതിന്റെ പരിപാടികൾ. അപ്പൊ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ, എന്റെ സംഭവങ്ങളൊക്കെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ മണ്ടത്തരം ഒക്കെ ആയിട്ടാണ് ഒരു സിനിമ പിടിക്കുന്നത്. അപ്പോ അത് ഐ തിങ്ക് കുറച്ചുകൂടി ആൾക്കാർക്ക് അത് ഇഷ്ടാവുണ്ടെന്ന് തോന്നണേ. ഇതൊരു ചെയ്യാൻ പോകുന്നത് ഒരു റോംകോം മൂവി ആയതുകൊണ്ട് തന്നെ ഇതിന് എടുത്തിട്ടുണ്ടാവുന്ന റെഫറൻസുകൾ ഉണ്ടല്ലോ. ഏതൊക്കെ മൂവീസിന്റെ ആയിരിക്കും റെഫറൻസ് എടുത്തിട്ടുള്ളത്? ഞാൻ ആ ഒരു പരിപാടി സംസാരിക്കണമെങ്കിൽ ഞാൻ കുറച്ച് വേറെ പരിപാടി ഉണ്ട്. എന്റെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മറ്റേ സുഷിൻ ഷാൻ പറഞ്ഞ സീൻ മാറ്റും പരിപാടി ഒന്നല്ല, പക്ഷെ ഒരു പ്രത്യേക തരം പരിപാടിയാണ്. അപ്പൊ പക്ഷെ എൻ്റെ ഒരു തിങ്കിങ് പ്രോസസ്സും കുറച്ച് അങ്ങനെയാണ്. എല്ലാ മലയാള സിനിമകളും ഒരു ബോക്സിൽ എടുക്കുക, ആ ബോക്സ് സൈഡിൽ വെക്കുക. അത് കഴിഞ്ഞിട്ട് എല്ലാ ഹിന്ദി പടങ്ങളും ഇംഗ്ലീഷ് പടങ്ങളും ഫ്രഞ്ചും കൊറിയൻ പടങ്ങളും എല്ലാതും ഒരു ബോക്സിൽ എടുക്കുക. ഇനി ഈ 2 ബോക്സ് തൊടാണ്ട് വേറൊരു ബോക്സ് ഉണ്ടാക്കുക. ആ ബോക്സിൽ എത്ര ഐഡിയാസ് വരുന്നു, ഇതിലൊന്നും ഇല്ലാത്തൊരു ഐഡിയ വരുന്നു, അത് ഇട്ടുകൊണ്ട് നിന്നിട്ട് അതിൽ ഒരു 33ാമത്തെ ഐഡിയ ആണ് എടുത്തിട്ട് ചെയ്യുന്നത്. അല്ല, 33ാമത്തെ ഐഡിയ എടുക്കുമ്പോ തന്നെ നമ്മുടെ സിനിമയിലെ ഒരു പരിപാടി ഒരു ഇച്ചിരി ഇന്റർനാഷണൽ പരിപാടിയാണ്. ഇനി അതെടുത്തിട്ട് അതിലുള്ള കോൺഫ്ലിക്റ്റ് നാട്ടിൽ വെക്കുക, എന്നിട്ടുള്ള അങ്ങനെയാണ് എന്റെ. എവിടെ ഈ ഒരു പ്ലോട്ട് കിട്ടിയത്? എവിടുന്നായിരുന്നു പ്ലോട്ട്? ഞാനിങ്ങനെ തന്നെ ഈ പരിപാടിയിൽ തന്നെ ഞാനിങ്ങനെ ആലോചിക്കും. ഞാൻ ആലോചിക്കുക. ഇപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ തോട്ട് എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ, ഏതെങ്കിലും സിനിമകളിൽ വന്നിട്ടുണ്ടോ, എന്നിട്ട് അത് 1ാമത്തെ തോട്ട്. അങ്ങനെ ഒരു തോട്ടിന് കിട്ടാൻ വേണ്ടിട്ട് കുറച്ച് സമയം എടുക്കും. പിന്നെ അത് സഡൻലി ചിലപ്പോ എവിടെയെങ്കിലും കിട്ടും. അപ്പൊ എനിക്ക് 33ാമത്തെ തോട്ട് ഞാൻ തോന്നി എനിക്ക് ഇത് ഏത് സ്ഥലത്തും വെക്കാം, ഏത് പ്രദേശത്തും വെക്കാം. പിന്നെ അത് എഴുതിയിട്ട് അത് നാട്ടുപ്രദേശമായിപ്പോയി. നാട്ടുപ്രദേശത്താണ് വർക്കാണിത്. പക്ഷെ കുറച്ചുകൂടി സിറ്റി പരിപാടിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഫ്രഷ് കളർഫുൾ ആക്കാൻ പറ്റും. അപ്പൊ അത് സിറ്റി ആക്കി. ഇനി സിറ്റി വെക്കുമ്പോ ഉള്ള സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലത്തെ എല്ലാ ജോഗ്രഫി മൊത്തത്തിൽ കവർ ചെയ്തിട്ടുണ്ട് എല്ലാ പടങ്ങളും. അത് കാരണം ഇപ്പൊ ഹൈദരാബാദൊക്കെ പോണേ, ബാംഗ്ലൂര് ഹൈദരാബാദൊക്കെ പോണേ. അപ്പോ എനിക്കും കുറച്ചുകൂടി ഒന്ന് പുറത്തത്തെ പിടിക്കണം എന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് എത്തി നിൽക്കുന്നത്. അതെ. അതിനി പ്രൊഡക്ഷൻ കൺട്രോളർ വരുമ്പോ ആള് ചിലപ്പോ പറയും, മോനെ നാട്ടിൽ വേണ്ട. അപ്പൊ ആ ഒരു സംഭവം ഒരു ഡയറക്ടറിന്റെ എപ്പോഴും ഒരു ഡയറക്ടറിന്റെ ആയിരിക്കുമല്ലോ ഫൈനൽ കോൾ. എനിക്ക് ഇന്ന സ്ഥലത്ത് തന്നെ ഇന്ന ആൾക്കാര് അത്രയും ഞാൻ ആയിട്ടില്ല. എന്റെ ഫസ്റ്റ് സിനിമയല്ലേ. അപ്പൊ അത് അവര് തരുന്ന പോലെ, അത് പറഞ്ഞ എന്താ ഓണം പോലെ എന്താ അങ്ങനെ ഒരു സംഭവം പറയില്ലേ, എന്തോ അങ്ങനെ ഒരു സംഭവം ഇല്ലേ, എന്താണ് ഉള്ളതുകൊണ്ട് ഓണം. അതന്നെ എനിക്കത് പറയാനും പോലും അറിയില്ല. ഓക്കെ, അങ്ങനെ. പിന്നെയും ഇനി അടുത്ത അഭിനയിക്കാൻ പോകുന്ന സിനിമ ഇത് തന്നെ ആയിരിക്കുമല്ലോ. ഇത് കഴിഞ്ഞിട്ടല്ല അടുത്ത പ്രോജക്ട്സ് ഒക്കെ വേണം. അതെ. ഇനി ഈ പരിപാടി കഴിഞ്ഞിട്ട് തന്നെ അവരെല്ലാരും ഒന്നെങ്കിൽ എന്താ പറയാ, പയ്യൻ കൊള്ളാട്ടോ എന്നുള്ളൊരു സാധനം വരും. അല്ലെങ്കിൽ വരാൻ പോകുന്നത് കാശിന് ഗുണമില്ല എന്ന് പറഞ്ഞൊരു സാധനം വരും. അപ്പൊ കാശിന് ഗുണമില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അത് വർക്കൊന്നും കുഴപ്പമൊന്നുമില്ല. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് തന്നെ എൻ്റെ അപ്പനമ്മയെ തന്നെ എനിക്ക് വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ സിനിമ വർക്കൗട്ട് ആയില്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു കൊല്ലത്തെ സമയം മാത്രമേ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പറഞ്ഞ February 14th വരെ ആയിരുന്നു സമയം. പക്ഷെ ഇപ്പൊ ഇവരുടെ ഇൻട്രസ്റ്റ് കാരണം അവര് സിനിമ റിലീസ് ആവണ വരെ അവര് സമയം തന്നിട്ടുണ്ട്. അത് വർക്കൗട്ട് ആയില്ലെങ്കിൽ പിന്നെ സാധാരണ മലയാളികൾ ചെയ്യുന്ന പരിപാടി തന്നെ ചെയ്യേണ്ടി വരും. ദുബായിക്ക് ഇടേണ്ടി വരും. ഓ, അങ്ങനെ ഒരു പ്ലാൻ ആണ്. ദുബായ്, അബുദാബി, രാസൽ ഖൈമയിൽ ആ വലിയ രാജകുമാരൻ ഒറ്റയ്ക്കായിരുന്നു. അതുപോലെ അങ്ങനെ വരാൻ എന്തായാലും സാധ്യതയില്ല. പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ കുറെ ഫോളോവേഴ്സ് ഒക്കെ കൂടിയല്ലോ. ഈ വീണ്ടും ഫോളോവേഴ്സിന്റെ കൗണ്ട് കൂടി തുടങ്ങി. അപ്പൊ തന്നെ കുറച്ച് കൊളാബറേഷൻസും പരിപാടികളും ഒക്കെ വരില്ല, അതൊക്കെ അറ്റൻഡ് ചെയ്യുന്നില്ല. കൊളാബറേഷൻസ് ഒക്കെ ഫ്രീ ഫുഡ്, ഫ്രീ അതൊക്കെ വന്നിട്ടുള്ളൂ.
പിന്നെ ഞാൻ കുറച്ച് അഡ്വർടൈസ്മെന്റുകൾ ആസ് എൻ ആക്ടർ പിടിക്കാറുണ്ട്. അപ്പൊ അതിന് എനിക്ക് കുറച്ചുകൂടി നല്ല പേയ്മെന്റ് കിട്ടും. നായർ മാട്രിമോണിയുടെ അഡ്വർടൈസ്മെന്റ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അല്ല, ഞാൻ പിന്നെ ഹിന്ദിയിലും വർക്ക് ചെയ്യാറുണ്ട്. ഹിന്ദിയിൽ കുറെ വർക്ക് കിട്ടും. അപ്പൊ അതില് ഹിന്ദിയിൽ എന്താന്ന് പറഞ്ഞാൽ ഞാൻ ഹിന്ദി സംസാരിക്കണ കാരണം പിന്നെ മലയാളി റോളൊക്കെ ചെയ്തിട്ടുണ്ട്. മുംബൈ ഡയറീസ് കണ്ടിട്ടുണ്ട്. മുംബൈ ഡയറീസ് സീസൺ 2 പുതിയ ഡോക്ടർ ഞാനാ, ഡോക്ടർ രമൻ മേനൻ. അപ്പൊ അതുപോലെ തന്നെ വേറൊരു ഷോ ഉണ്ട്, ജനതാ ബാൻഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോ അങ്ങനെ കുറെ സംഭവങ്ങൾ. പിന്നെ ഇനി കുറെ ഹിന്ദി പടങ്ങൾ മൊത്തം ഇനി നാട്ടിലാണ് വരാൻ പോകുന്നത്. കുറെ പടങ്ങൾ എനിക്കറിയാം. അപ്പൊ കുറെ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെന്തായാലും അങ്ങോട്ട് നാട്ടിലേക്ക് വരും ഷൂട്ട് ചെയ്യാൻ. അപ്പൊ എന്തായാലും ആഡിസ് അതിന്റെ ഓഡിഷൻ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ പറഞ്ഞു, സർ, the thing is I'm making a movie on my own and I'm kind of busy in that. അതൊക്കെ പറയുമ്പോൾ ഭയങ്കര ഈ പറയലിന് വേണ്ടിയിട്ട് മാത്രം എന്താ പറയാ, ഇറ്റ്സ് വർത്ത് ഇറ്റ് എന്ന് തോന്നുന്നു. ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഇനി എന്താണ് അടുത്ത പരിപാടി എന്ന് ചോദിക്കുമ്പോ തന്നെ ഞാനൊരു സിനിമ ഡയറക്ട് ചെയ്തോണ്ടിരിക്കാം. അപ്പൊ ലാൽജു സാർ പറഞ്ഞ പോലെ അപ്പൊ സ്ക്രിപ്റ്റ് നീ തന്നെ, അതെ, ഡയറക്ഷൻ നീ തന്നെ, അതെ, അഭിനയിക്കുന്നത് നീ തന്നെ. അപ്പൊ അങ്ങനെയാണ് ഇത് ഇപ്പോഴത്തെ അവസ്ഥ. ഞാനൊരു ചെറിയൊരു ടാസ്ക് തരട്ടെ. നേരത്തെ RJ ആയിരുന്നത് കൊണ്ട് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ, എന്റെ റിസർച്ചിൽ ചെറിയൊരു പാളിച്ച വന്നു, എനിക്കത് അറിയില്ലായിരുന്നു. അപ്പൊ കുറച്ച് സമയത്തേക്ക് ആഡിസ് ഒന്ന് RJ ആവണം. അല്ല, RJ ആയിട്ടൊന്ന് സംസാരിക്കണം. വേണം എന്നെ ഗസ്റ്റ് ആക്കിക്കോളൂ. എന്നെ ഇതുവരെ ആരും ഇങ്ങനെ ഗസ്റ്റ് ആക്കിയിട്ടില്ല. ഇത് എത്ര കാലം മുമ്പ് പരിപാടിയാ നമ്മുടെ സിനിമാ പ്രാന്തൻ CPFM. മലയാളം ആയതുകൊണ്ടാണ് കടകട പറഞ്ഞിട്ട് പറയണം. മറാഠി അല്ലേ, ഹിന്ദി? भाई और बहनों, आप लोग हैं अभी सिनेमा प्रांतन के सेट पे और हमारे साथ है ज्योतिष शाह. कैसे हो ज्योतिष? എനിക്ക് ഹിന്ദി അറിയില്ല. അത് കുഴപ്പമില്ല, എനിക്ക് മലയാളം അറിയാം. ഐ ആം ഫൈൻ, താങ്ക്സ്. ഇത് മതിയില്ലേ? ഇത്ര മതിയില്ലേ? കഴിഞ്ഞോ? മലയാളത്തില് പ്രശ്നം എന്താണ് ഞാൻ പിന്നെയും പറഞ്ഞില്ലേ, തലയിൽ സംസാരിക്കേണ്ട അത് രജിസ്റ്റർ ചെയ്തിട്ട് മലയാളം ഇംഗ്ലീഷ് മിക്സ് ചെയ്താ. ഗുഡ് ഈവനിങ് എവരിബഡി. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എന്റെ പേര് ആഡിസ് അന്യഗ്ര. നമ്മൾ വന്നിരിക്കുന്നത് ഗ്രീൻ FM അല്ല, നമ്മുടെ ഇത് സിനിമാ പ്രാന്തന്റെ FM ആയ 91.43. ഏത് 333. സുഖല്ലേ ജ്യോതിഷ? നല്ല വിശേഷം. ജ്യോതിഷ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ ഇങ്ങനെ ഒരു ഫ്രണ്ടുമായിട്ട് സംസാരിക്കുകയായിരുന്നു. എന്റെ ഒരു ഫ്രണ്ട്, വളരെ ക്ലോസ് ഫ്രണ്ട്. എന്താണ് ഫ്രണ്ട് പറയുന്നത്? പുതിയൊരു സിനിമ ചെയ്യാൻ പോവുകയാണ്. ഓ, കൺഗ്രാറ്റുലേഷൻസ്. ഇതിന്റെ ഫ്രണ്ടിന്റെ പേര് ആഡിസ്. നല്ല ചെക്കനാണെന്ന് തോന്നുന്നു. ബോയ് ഫ്രണ്ട് ആണോ? ബോയ് ഫ്രണ്ട് അല്ല. ബോയ് ഫ്രണ്ട് അല്ലേ? ബോയ് ഫ്രണ്ട് ആക്കാൻ താല്പര്യമുണ്ടോ? എനിക്കറിയില്ല, അത് നിങ്ങളും ആഡിസ് തമ്മിലുള്ള കാര്യങ്ങളല്ലേ. നോ പ്രോബ്ലം. അപ്പോ ഇന്ന് എന്താണ് നമ്മുടെ കേൾക്കുന്ന ആൾക്കാരോട് എന്താ പറയാ, ലിസണേഴ്സ്, ശ്രോത അങ്ങനെയല്ലേ പറയാ, പ്രേക്ഷകർ എന്ന് പറയോ? പ്രേക്ഷകർ ടിവിയിലെ ഓഡിയൻസിനല്ലേ പറയാ. ലിസണേഴ്സിന്റെ മലയാളം എന്താ? കേൾവിക്കാർ. അങ്ങനെ പറയില്ല. ഓക്കെ, ലിസണേഴ്സ്. അപ്പൊ എന്താണ് പറയാനുള്ളത് നമ്മുടെ ലിസണേഴ്സിനോട് പറയാനുള്ളത്? നമ്മുടെ ആഡിസിന്റെ മൂവി റിലീസ് ആവാറായിരിക്കണം. ഐ മീൻ നമ്മുടെ പ്രീ പ്രൊഡക്ഷനിലേക്ക് കയറാൻ പോവുകയാണ്. എല്ലാവരും സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ കാണണം, സപ്പോർട്ട് ചെയ്യണം. ജ്യോതിഷ, ഞാൻ സത്യം പറയട്ടെ, ഞാൻ സിനിമകളുടെ റിവ്യൂ ഓപ്പൺലി പറയും റേഡിയോയിൽ വെച്ചിട്ട്. അപ്പൊ ഇനി ആഡിസിന്റെ പടം പൊട്ടുവാണെങ്കിൽ ഞാൻ അതുപോലെ തന്നെ പറയും, സിനിമ അത്ര മോശമായിരുന്നു എന്നുള്ളൊരു സംഭവം. അപ്പൊ സിനിമ കൊള്ളാം എന്ന് പറയോ? കൊള്ളാമെങ്കിൽ ഞാൻ അതിനെ പറ്റിയിട്ട് നല്ലതേ പറയൂ. അപ്പൊ നല്ലത് പറയാൻ റെഡി ആയിക്കോളൂ RJ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ ജ്യോതിഷ, വേറെ ജ്യോതിഷയുടെ ഫേവറേറ്റ് ഫുഡ് എന്താണ് ജ്യോതിഷ? എനിക്ക് ബിരിയാണി. ഏത് കൈൻഡ് ഓഫ് ബിരിയാണിയാണ് ജ്യോതിഷയ്ക്ക് ഇഷ്ടം? തലപ്പാകട്ടിയാണോ, തലകെട്ടിയാണോ, എന്താണ് ഇഷ്ടം? ഞാൻ പറയാം, എനിക്ക് ട്രിവാൻഡ്രത്തെ ഒരു സ്പോട്ട് ഉണ്ട്, ശരണ്യ മെസ്. അവിടുത്തെ 65 ബിരിയാണി ഓൾ ടൈം ഫേവറേറ്റ്. എന്ത് ബിരിയാണി 65? അവിടുത്തെ സ്പെഷ്യൽ ആണ് 65 ബിരിയാണി. ട്രൈ ചെയ്യണം. ആഡിസിനോടും ഞാൻ പറയാം. അപ്പൊ കേൾക്കുന്ന എല്ലാ ലിസണേഴ്സിനോടും പറയാണ്, ട്രിവാൻഡ്രത്തെ 65 ബിരിയാണി, ശരണ്യ മെസ്സിലെ 65 ബിരിയാണി കഴിച്ചിട്ടില്ലെങ്കിൽ പോയിട്ട് കഴിക്കുക. ഇനി ലെറ്റ്സ് ഗോ ടു ദ ബ്രേക്ക്. ഏത് അടിപൊളി. ഞാൻ പെട്ടെന്ന് ഏതൊരു FM-ൽ എത്തിയല്ലോ. ഇതൊന്നും അല്ല കേട്ടോ, ഇതൊന്നും അല്ല ചേട്ടാ, എനിക്ക് അറിയില്ല ഈ പരിപാടി. ഇവിടത്തെ പരിപാടി അറിയില്ല. ഇവര് നിർബന്ധിച്ച് പറയാൻ.
ഓക്കെ, എന്തായാലും അടിപൊളിയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ആർജയുടെ കൂടെ അല്ല ആർജെ സെഷനിൽ ഇങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്. എന്തായാലും താങ്ക് യു സോ മച്ച്. ആൻഡ് ആഡിസ് ഇപ്പം പ്രോജക്ട് എന്തായാലും ഓണായി വരികയാണ്. ഇനി 65 ദിവസം ഫെബ്രുവരി 14 എത്താനായിട്ട്. ചോദിക്കട്ടെ, ഫെബ്രുവരി 14 ഇതല്ലാതെ വേറെ പ്ലാൻ ഉണ്ടോ? ഫെബ്രുവരി 14 ഞാൻ പറയട്ടെ, എത്ര സങ്കടത്തോടെ പറഞ്ഞാലും ഇതാണ് സത്യം. എൻ്റെ ലൈഫില് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം ഇന്ന് സിനിമയാണ്. സിനിമ കഴിഞ്ഞിട്ട് ഉള്ളൂ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ. സോ ഫെബ്രുവരി 14 എന്താണ് പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫെബ്രുവരി 14 ബേസിക്കലി എൻ്റെ സിനിമയുടെ എന്താണ് ഞാൻ റിലീസ് ചെയ്യേണ്ടതെന്നുള്ള സാധനം, അതിന്റെ ഒരു ക്ലാരിറ്റി, ആ പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത്. ജ്യോതിഷയ്ക്ക് പ്ലാൻ ഉണ്ടോ ഡയറക്ഷൻ? യെസ്. ഓ ജ്യോതിഷ, വൺസ് ഇൻ എ ലൈഫ് ഒരു പടം പിടിക്കണം. ആ പടം പൊട്ടിയാലും കുഴപ്പമില്ല, ആ പടം എന്താ നന്നായാല് തനിക്ക് നല്ലത്, അല്ലെങ്കിൽ നോ പ്രോബ്ലം. എന്തായാലും പറയാം, ആൾക്കാര് 3-4 ആൾക്കാരുടെ അടുത്ത് പറയാം ഞാനൊരു സിനിമ ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു സംഭവം പറയാം. അപ്പൊ അതൊരു സംഭവമാണ്. ഈ സിനിമ കഴിയുമ്പോ തിയേറ്ററിൽ ഇരുന്നിട്ട് റിട്ടേൺ ഡയറക്റ്റഡ് ബൈ എന്ന് പറഞ്ഞിട്ട് പേര് കാണുമ്പോ അതിന്റെ ഒരു ഫീല് വേറെ ഫീല്. ആ ഒരു ഫീലില് പോയിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞ അത് മാത്രം കണ്ടാൽ മതി കണ്ണില്. അപ്പൊ കണ്ട ഐ തിങ്ക് യു വിൽ ഡു ലോട്ട് മോർ തിങ്സ്. വൈ ഡു യു തിങ്ക് ആ ഒരു എന്താ പറയാ, ഐ തിങ്ക് ഇറ്റ്സ് വെരി അഡിക്റ്റീവ്. സിനിമ എന്ന് പറഞ്ഞിട്ട് സംഭവം ഭയങ്കര അഡിക്റ്റീവ്. ലൈക്ക് on your responsibility, somebody coming to the theaters to watch your film. അത് കാരണം ഐ തിങ്ക് എല്ലാവർക്കും പിന്നെയും സിനിമ ചെയ്യാൻ തോന്നുന്നു. ഞാൻ ആലോചിച്ച മനസ്സിലുള്ള ഐഡിയ തിയേറ്ററിലേക്ക് ഞാൻ എത്തിച്ചു. ആ ഒരു സംഭവം അത് കണ്ട ആളുകൾ കൈയടിക്കണു, ചിരിക്കുന്നു. ഐ തിങ്ക് ആ നാക്ക്, അല്ലെങ്കിൽ ഈ എന്താ പറയാ ഹിറ്റ്സ് മാത്രം തന്നോണ ഡയറക്ടർമാര് അവരൊക്കെ സമ്മതിക്കണ്ടേ പിടിച്ചിരുത്തണു. അതും നോട്ട് വൺസ്, നോട്ട് ട്വൈസ്, നോട്ട് ത്രൈസ്. ഗിരീഷ് ഏടി, പിന്നെ നഹാസ്, ഫസ്റ്റ് സിനിമ RDX ഓണം റിലീസ്, ഓണം തൂക്കിയോണ്ട്. സത്യം പറയട്ടെ, ഞാൻ വേറൊരു സത്യം പറയാം, വേണ്ട അത് അല്ല ഞാൻ പറയാം. പക്ഷെ അതൊക്കെ ഭയങ്കര അത്യാഗ്രഹമായിരിക്കും. അത് പറഞ്ഞാൽ ഞാൻ കുറച്ചുകൂടി അത് പറഞ്ഞ എൻ്റെ ഉള്ളില് ഒരു ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു ആഡിസ് സംസാരിക്കുകയാണെങ്കിൽ, ആഡിസ് സംസാരിക്കുന്നത് ശരിക്കും പറഞ്ഞ ഒരു സിനിമ ഡയറക്ട് ചെയ്തിട്ട് റിലീസ് ചെയ്യേണ്ട ബെസ്റ്റ് സമയം ഏത് സമയാന്നറിയോ? ഓണം. കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞ അമ്മാരി കോമ്പറ്റീഷൻ. ബെസ്റ്റ് ഡയറക്ടേഴ്സ് അവരുടെ ഏറ്റവും ബെസ്റ്റ് സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത് ഓണത്തിനാണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയ ആക്ടേഴ്സ് അവരുടെ പടം റിലീസ് ചെയ്യാൻ നോക്കുന്നത് ഓണത്തിനാണ്. പിന്നെയോ സിനിമ അടിച്ച 100 കോടിയുടെ കുറവ് ഒന്നും ഇല്ലാത്തുള്ളൊരു പരിപാടി. ഇറ്റ്സ് വെരി അഡിക്റ്റീവ്. ആ ഒരു തോട്ട് പ്രോസസ്സിൽ ഞാൻ ആലോചിക്കുന്നത് എനിക്ക് ഭയങ്കര അത് അങ്ങനെയൊന്നും ഞാൻ ആലോചിക്കാൻ പാടില്ല. ആഗ്രഹിക്കാലോ, നമുക്ക് ആഗ്രഹിക്കുന്നുണ്ട്, കുഴപ്പമില്ലല്ലോ. എനിക്കറിയില്ല. പക്ഷെ ഇറ്റ് വുഡ് മീൻ എ ലോട്ട്. പറഞ്ഞ ഒരു ബാറ്റ്സ്മാൻ ക്രീസിലേക്ക് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് ഒരു ഏറ്റവും വലിയ ഗ്രൗണ്ടിൽ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ഡേറ്റ് ഓഫ് റിലീസ് ഫോർ ഫിലിംസ് ഇസ് ഓണം. അപ്പൊ അതൊക്കെ ഭയങ്കര അതൊക്കെ ഞാൻ ആലോചിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ പറയട്ടെ, അപ്പൊ ആൾക്കാർ കമന്റ് ചെയ്യും അതിന് താൻ ആരോടോ, ഞാൻ ആരുമല്ല, ഇത് എന്റെ മനസ്സിൽ ചെറിയ മനസ്സിൽ ഞാനൊന്ന് ആലോചിച്ച് പോയ സംഭവമാണ്. പക്ഷെ സിനിമ ആഗ്രഹിക്കുന്ന ഏതൊരാളുടെയും ഒരു ബേസിക് ആഗ്രഹമാണ് ഒരു ഓണം റിലീസ് അല്ലെ ഒരു ഫെസ്റ്റിവൽ റിലീസ് എന്ന് പറയുന്നത്. ഞാൻ ഒന്നും ആയിട്ടില്ല, സ്റ്റിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ അധികം ആഗ്രഹിക്കണല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞ ഇപ്പൊ ഫെബ്രുവരി 14 എന്തായാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ ഞാനെങ്ങാനും
പ്രീയിലേക്ക് പോവാണെന്ന് വിചാരിക്കും. അപ്പൊ പ്രീയിലേക്ക് ഞാൻ പോവാണെങ്കിൽ ദൈവമേ ഞാൻ ആദ്യം ആഗ്രഹിക്കണ്ടല്ല, ദൈവമേ ഞാൻ ആദ്യം ആഗ്രഹിക്കുന്ന പോലെ തോന്നരുത്, ഞാൻ ആദ്യം ആഗ്രഹിക്കേണ്ടല്ല. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പൊ ഞാൻ 3 മാസം പ്രീയില് കയറി. അപ്പൊ പ്രീയില് കയറുകയാണെങ്കിൽ ജാനുവരി ഫെബ്രുവരി മാർച്ച് പ്രീ കയറി. ഷൂട്ട് ചെയ്യാണ് ഒരു 50 ദിവസം എന്ന് വിചാരിച്ചോ. അപ്പോ ഏപ്രിൽ മെയ് ജൂൺ ഷൂട്ട്, പിന്നെ ഷൂട്ടിന്റെ കാര്യങ്ങളും ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് ഷെഡ്യൂൾ ബ്രേക്ക് എല്ലാം കൂട്ടിയിട്ട് ഇപ്പൊ ഇനി ജൂലൈ ഓഗസ്റ്റ് പിന്നെ ഓണമെത്തി. അപ്പൊ ഓണെത്തി. അത് എനിക്കറിയില്ല, ഐ മീൻ ലൈക്ക്, പക്ഷെ അതും എന്താണ് ഞാൻ പറയണേ, ഇതിപ്പോ ആൾക്കാർ കാണുമ്പോ ഇവന് ഏത് ലെവലിലാണ് ഇതൊക്കെ ആലോചിക്കണെന്നൊക്കെ തോന്നും. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ആലോചിക്കണതല്ല കേട്ടോ. ഇപ്പോഴത്തെ ഡേറ്റ് അനുസരിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണ് പോണേ. അല്ലാണ്ട് ഞാൻ പിന്നെ തിയേറ്റർ ആര് തരും? തിയേറ്റർ തരണ്ടേ ആദ്യം. സിനിമ നല്ലതാണെങ്കിൽ തിയേറ്റേഴ്സ് വരുമല്ലോ. അങ്ങനെയല്ല വർക്കാവുക. അതിന്റെ എക്കണോമിക്സ് ഇസ് ഡിഫറെന്റ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ who is your distribution. It depends on what's your production company. ഇപ്പോൾ നല്ലൊരു പ്രൊഡക്ഷൻ കമ്പനി ആണെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് മറ്റേ ഡിസ്ട്രിബ്യൂട്ടും ചെയ്യാം, പ്രൊഡ്യൂസും ചെയ്യാം, പിന്നെ റിലീസും ചെയ്യാം ഓണത്തിന്. അല്ലെങ്കിൽ ഇപ്പോൾ ചെറിയ കമ്പനി, ഇപ്പോൾ തുടക്കം തുടങ്ങിയ കമ്പനിയൊക്കെ ആണെങ്കിൽ അപ്പോൾ ഓണത്തിന് റിലീസ് ചെയ്താലും അവർക്ക് കുറച്ച് തിയേറ്റേഴ്സ് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് തിയേറ്റേഴ്സ് കിട്ടിയിട്ട് അവിടെ വെച്ചിട്ട് സിനിമ നല്ലതെന്ന് പറഞ്ഞാലും കാര്യമില്ല, ഓടില്ലല്ലോ. എന്താ വെച്ചാൽ മറ്റേത് എല്ലാതും കൊണ്ടുപോകും. അപ്പോ അല്ലെ, ഇതിനെ പറ്റിട്ടൊക്കെ നമ്മൾ എന്തിനാ സംസാരിക്കുന്നത്? ഇതൊന്നും നമ്മൾ നടക്കോ ഇല്ലേന്ന് നമുക്കൊന്നും അറിയില്ല. എവിടേക്ക് എന്നെ കൊണ്ടുപോണേ? ഞാൻ എവിടെ വരെ എത്തി? സിനിമ റിലീസ് വരെയോ? എന്റെ പ്രീ തുടങ്ങിയിട്ടില്ല, എന്നിട്ടാണ് എന്നെ വെറുതെ ആഗ്രഹിപ്പിക്കുന്നതാണ് ഇവര്. ഞാൻ ഇത്രയൊന്നും ആഗ്രഹിച്ചില്ല, ഇത് വെറുതെ എന്നെ ആഗ്രഹിപ്പിച്ചു. പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞ റിലീസ് കഴിഞ്ഞ OTT കൂടെ. ഓ, അതും വേറെ ഡിപ്പാർട്ട്മെന്റ് ആണ്. അതും പ്രൊഡ്യൂസർ കോളാണ്. OTT പരിപാടിയൊക്കെ അതൊന്നും ഞാൻ അതന്നെ പറഞ്ഞേ. ഞാൻ ഒന്നിനു വേണ്ടിട്ട് ആലോചിച്ചിട്ടില്ല. ഞാൻ ഇന്ന് റീലില് ഞാൻ എന്ത് പറയും? അപ്പൊ എന്തായാലും ആഡിസ്, എനിക്ക് ഞാനേ ഇന്റർവ്യൂസിൽ ഇന്ന് ചിരിക്കുന്നത് ഭയങ്കര കുറവാണ് ശരിക്കും പറഞ്ഞാൽ. ഞാൻ വളരെ ചുരുക്കം ഇന്റർവ്യൂസിലായിരിക്കും ഇങ്ങനെ പൊട്ടിച്ചിരിക്കണേ ഒക്കെ, കുറച്ച് സീരിയസ് മോഡ് പഠിക്കണ ആളാ. പക്ഷെ ഇന്ന് ഞാനും തുടക്കത്തിൽ വന്നിട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് സംസാരിക്കാൻ വിചാരിച്ചു. പിന്നെ എന്റെ മതം കഴിഞ്ഞ പോയിന്ന് വിചാരിച്ചപ്പോ പിന്നെ വിട്ടേക്ക്. അതെന്തായാലും അടിപൊളി. ഞാൻ പറയട്ടെ, എനിക്ക് ശരിക്കും ആഡിസിന്റെ വീഡിയോസ് കണ്ടു പോകുമ്പോൾ തന്നെ അറിയാം. ഞാൻ നായകൻ തൊട്ട് ഫോളോ ചെയ്യുന്ന ആളായിരുന്നു. ഐ മീൻ ആഡിസിന്റെ വീഡിയോസ് കാണാറുണ്ടായിരുന്നു. അപ്പൊ തൊട്ടേ നമുക്കൊരു ഓറ കിട്ടുമല്ലോ. ഭയങ്കര ഒരു ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാള്. നമുക്കൂടെ ആ ഒരു എനർജി റിഫ്ലക്ട് ചെയ്തോണ്ടിരിക്കില്ല. എനിക്ക് വന്നപ്പോൾ തൊട്ട് അതാണ്, എനിക്ക് ആ എനർജി റിഫ്ലക്ട് ചെയ്തോണ്ടേ ഇരിക്കുകയാണ്. എന്നാലും ഒരുപാട് സന്തോഷമുണ്ട്. കുറേ നേരം സംസാരിക്കാൻ, നമുക്ക് 1 hour അടുപ്പിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ആൻഡ് സിനിമ കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് ഞാൻ. ടു ബി ഓണസ്റ്റ്, ജെനുവൻലി പറയാണ്, ഞാൻ നല്ല വെയിറ്റിംഗ് ആണ് കാണാനായിട്ട്. ആഡിസിന്റെ ആഗ്രഹങ്ങൾ ഇപ്പം ആസ് എൻ ആക്ടർ, ആസ് എ ഡയറക്ടർ ഒരു പുതിയ സ്റ്റെപ്പ് എടുത്ത് വെക്കാണ്. അതിലും വലിയൊരു ഹ്യൂജ് സക്സസ് ഉണ്ടാവട്ടെ എന്ന് തന്നെ ഞാനും ടീം സിനിമാ പ്രാന്തനും ആശംസിക്കുകയാണ്. അപ്പൊ നമുക്ക് സിനിമ കഴിഞ്ഞിട്ട് അടുത്ത ഇന്റർവ്യൂവിന് ഇരിക്കണ്ടേ? യെസ്, വേണം. ഇവരൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ പൊന്നാവട്ടെ അല്ലേ? അതെ, ഉറപ്പായിട്ടും. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി.